ബിരിയാണിക്കൊക്കെ പൂതിയാകുമ്പോഴേ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ബിരിയാണി റെഡിയാക്കി എടുത്ത ചിക്കനിലേക്ക് മഞ്ഞൾ, മുളക്, ഉപ്പ്, തൈര് തട്ടിക്കൊടുക്കുക, കൊഴിച്ചെടുക്കുക, മാറ്റിക്കുക. ചിക്കൻ അവിടെ കുറച്ച് നേരം വെറുതെക്കട്ടെ. ഇനി ഒരു കുക്കർ എടുക്കുക, അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾ, ഉപ്പ്, പിന്നെ അടുക്കി പിടിക്കുന്ന പേടിയുള്ള ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ മൂടിക്കുക. അതൊരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കുക. ഇനി നേരത്തെ വെറുതെ കുത്തിരിക്കാൻ മാറ്റിച്ച ചിക്കൻ എടുത്തിട്ട് തളിച്ച വെളിച്ചെണ്ണയിൽ കിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ അടുത്ത് പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. ചൂടായ കുക്കറിലേക്ക് വെളിച്ചെണ്ണ, നെയ്യ് എന്തെങ്കിലും ഒന്ന് ഒഴിച്ചെടുക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്കായി, കുറച്ച് വല്ലുള്ളിയും കൂടി ഇട്ടെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് 1/4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ചെടുക്കുക. പിന്നെ കണക്കറിയാത്ത ആരും ഇത് ഉണ്ടാക്കാൻ നിൽക്കണ്ടോ, ചോറിന് പകരം കഞ്ഞിപ്പായസം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങന്റെ പകുതി കുരു കളഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കേക്ക് മാറ്റി വെച്ച അരി കൂടിയിലേക്ക് തട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വാരിട്ടിട്ട് ഒരു ഒറ്റ വിസിലടുപ്പിക്കുക. അപ്പം ചോറ് സെറ്റ്. ഇനി മസാല കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. നേരത്തെ വേവിച്ച് മാറ്റി വെച്ച വല്ലുള്ളി, തക്കാളി ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക, ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ബിരിയാണി മസാല കൂടി തട്ടി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് പൊടിന്റെ അളവ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൂടി ഇളക്കി കൂട്ടി കണ്ട് ഒന്ന് സെറ്റ് ആയി തോന്നുമ്പോൾ അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു. ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചതിന് ശേഷം കുരു പോക്കി ചെറുനാരങ്ങ മാത്രം ഒഴിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നേരത്തെ പൊരിച്ച് കോരി മാറ്റി വെച്ച് ചിക്കൻ തട്ടി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം കുറച്ച് മല്ലിന്റെ ഇല, കറിവേപ്പിന്റെ ഇല അതും കൂടി ചേർത്തെടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ പൊര മൊത്തം നല്ല ബിരിയാണിന്റെ മണാട്ടോ. ഇതോടുകൂടി ബിരിയാണി മസാല റെഡി. ഇനി ഇതൊന്ന് ബിരിയാണി ആവണമെങ്കിൽ ചോറ് മസാലയും കൂടി ഒന്ന് ദമ്മിട്ടെടുക്കണം. മസാലയുടെ മുകളിലേക്ക് ചോറ് മുഴുവനായിട്ട് അങ്ങോട്ട് തട്ടി കൊടുക്കുക. അതിന്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല കൂടി തട്ടി കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് 2 മുന്തിരി ഉള്ളിലേക്ക് പൊരിച്ചിട്ടോളി. അപ്പൊ ഇത്രേ പണിയുള്ള ബിരിയാണി റെഡി.